തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി. വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് കൊല്ലപ്പെട്ടത്. ഇൻസ്റ്റഗ്രാം വഴി ആതിരയുമായി സൗഹൃദമുണ്ടായിരുന്ന യുവാവിനായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, വീട്ടിൽ കയറിയാണ് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? ഇന്ന് രാവിലെ 8:30 ശേഷമാണ് തിരുവനന്തപുരം കഠിനംകുളത്ത് ഈ ക്രൂര സംഭവം നടക്കുന്നത്. 8:30 ശേഷം എന്ന് പറയാൻ കാരണം വെഞ്ഞാറമൂട് സ്വദേശിയായ കൊല്ലപ്പെട്ട ആതിര 8:30 കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് കണ്ട അയൽക്കാരുണ്ട്. ഭർത്താവ്, ക്ഷേത്ര ജീവനക്കാരനായ ഭർത്താവ് മൊത്തം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആതിര ഈ വീട്ടിൽ. ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ വീട് എടുത്ത് നൽകുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് 11:30 വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് കഴുത്തിൽ കുത്തേറ്റ നിലയിൽ ആതിരയെ വീടിനുള്ളിൽ കാണപ്പെട്ടത്. മാത്രമല്ല ആതിരയുടെ സ്കൂട്ടറും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിഷയത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എറണാകുളം സ്വദേശിയായ ഒരു യുവാവുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്. ആതിര സൗഹൃദത്തിലായിരുന്നു. യുവാവ് കഴിഞ്ഞ ദിവസം ആ വീട്ടിലെത്തി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണവും നടക്കുന്നത്. എന്താണ് പ്രകോപനമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തതയില്ല. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ, പ്രത്യേകിച്ച് ഈ കഴക്കൂട്ടം, കൊച്ചുവേളി, അതേപോലെ ചിറയൻകീഴ് ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല മറ്റെന്തെങ്കിലും സാധ്യത ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നറിയാൻ വഴിയരികിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പോലീസ് പരിശോധന നടത്തി വരികയാണ്. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.